ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി സായി കൃഷ്ണൻ കുറച്ച് വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി. സായി കൃഷ്ണൻ അറിയാലോ, നമ്മുടെ സീക്രട്ട് ഏജന്റ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഷാലു പയ്യാടിനെ, ഡോക്ടർ റോബിനെ അവരെ എങ്ങനെയാണ് വിവി ചതിച്ചിരിക്കുന്നതെന്നും അവരുടെ ഇടയിൽ എങ്ങനെയാണ് വിവി കളിച്ചിരിക്കുന്നതെന്നും അവരുടെ സൗഹൃദ ബന്ധത്തിനിടയിൽ വിള്ളല് ഏത് രീതിയിലാണ് വിവി ഉണ്ടാക്കിയിരിക്കുന്നതും ഒക്കെ അവരുടെ ഇപ്പോൾ സായി കൃഷ്ണന്റെ ചാനലിൽ കൂടി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ വീഡിയോ കോളിൽ എടുത്ത് നമ്മുടെ ഷാലു പയ്യാടിനോട് സംസാരിക്കുന്നു. ഷാലു പയ്യാടിനെ തന്നെ എങ്ങനെയാണ് ചതിച്ചതെന്നും തൻ്റെ ചാനലിൽ കൂടി മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുവെന്നും ഈ പറയുന്ന ഷാലു പയ്യാടിൻ്റെ ചാനൽ വിവിയാണ് ഉപയോഗിക്കുന്നതെന്നും അതിലൂടെയാണ് മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി വിവി ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ ഉള്ള വലിയ വലിയ തെളിവുകളൊക്കെയാണ് ഷാലു പയ്യാട് പറയുന്നത്. അതേപോലെ തന്നെ ഡോക്ടർ റോബിൻ വന്നിട്ട് ഷാലു പയ്യാടിനായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. വിവി ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുണ്ടാക്കിയതും അതേപോലെ തന്നെ ഷാലു പയ്യാടിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച വിവിയാണെന്നും പല കാരണങ്ങൾ അല്ലെ പല രീതിയിലുള്ള പല പല കള്ളങ്ങൾ പറഞ്ഞാണ് അങ്ങനെയൊക്കെ ചെയ്യിച്ചതെന്നുള്ള സത്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ പുറത്തു നിന്ന് കാഴ്ച കാണുന്നവരാണ്. പിന്നെ വിവിനെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ വിവിനെ കുറ്റപ്പെടുത്താനും മാത്രമുള്ള തെളിവുകൾ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇവരൊക്കെ വാക്കുവാൽ പറയുന്നു എന്നതല്ലാതെ അതിനൊരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ തെളിവുകളൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം വിവി കുറെ വോയിസും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. ഇവരേലും ഉണ്ടാവാതിരിക്കില്ല, പക്ഷെ ഇവരൊന്നും വോയിസ് ഒന്നും വിട്ടിട്ടില്ല. ഇങ്ങനെ വോയിസും കാര്യങ്ങളൊക്കെ വരട്ടെ, തെളിവുകൾ നമുക്ക് മനസ്സിലായിട്ട് ഓക്കെ ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാം. എന്തായാലും സീക്രട്ട് ഏജന്റ് വിട്ടിരിക്കുന്ന ഷാലു പയ്യാന്റെ ഇതേപോലെ തന്നെ ഡോക്ടർ റോബിന്റെ വീഡിയോ അല്ലെങ്കിൽ അവർ പറയുന്ന സത്യാവസ്ഥകൾ നമുക്ക് ഈ വീഡിയോ കൂടി കാണാൻ ഞാനൊന്നും കട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം, ഇപ്പോൾ ഈ വിഷയങ്ങൾ ഒരുമാതിരി അടിഞ്ഞ വിഷയങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയം വിടണം എന്ന് വിചാരിച്ചിട്ട് പോലും നടക്കുന്നില്ല. കാരണം മറ്റുള്ള വീഡിയോസും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആർക്കും താല്പര്യമില്ല. ഈ വിഷയങ്ങൾ തന്നെ കാണാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ഗോപ്രോ മച്ചാനടക്കം പറഞ്ഞ വേറെ വിഷയങ്ങൾ ചെയ്തിട്ട് പോലും ആർക്കും താല്പര്യമില്ല. ഈ പെന്നാലോ ഇങ്ങനെയുള്ള പന്ന വിഷയങ്ങൾ ചെയ്യാൻ താല്പര്യവുമില്ല എന്നൊക്കെ പറയണ്ടേ. കാരണം അവർക്ക് ഈ വിഷയങ്ങൾ എടുത്ത് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ഇതല്ലാതെ ആൾക്കാർക്ക് ആവശ്യവുമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ തന്നെയാണ് ഞാനും ഈ വിഷയം തന്നെ വീണ്ടും എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം അല്ല വേറെ വല്ല വിഷയങ്ങളെ കുറിച്ചാണ് താല്പര്യം, ഈ വിഷയം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ എന്നിപ്പോൾ പറയുന്നതിന് കാരണം വീഡിയോ മുഴുവനായി കാണുക. എന്തായാലും ഞാൻ ഇനി അതിൽ വലിച്ചു നീട്ടി പോകാനോ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ വരാത്ത കാലം വരേക്കും ഇനി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനോ പോകുന്നില്ല. ഓക്കെ, എന്തായാലും ഷാലു പയ്യാടിനും അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിനും പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടു നോക്ക്. അല്ല, വിത്ത് പെർമിഷൻ ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരടുത്ത് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇവരടുത്തൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഈ പിള്ളേരുടെ എല്ലാം അടുത്ത്. അപ്പൊ രാവിലെ എന്റെ റിവ്യൂ വിളിച്ചിട്ട് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ. അപ്പൊ ഇവർ രണ്ടും കൂടെ എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സെക്ഷൻ മറ്റേ 3 ഏതൊക്കെ, എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാമത് അറിഞ്ഞൂടാ. അപ്പൊ കുറെ സെക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഭയങ്കര വിഷയമാണ്, അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ്, കേസ് കൊടുക്കാൻ പോവാണ്, ആ പീഡന ശ്രമത്തിന് കേസ്. ഞാൻ മറ്റേ പീഡനം ചേട്ടാ അത് മറ്റേ എന്തൊരു ത്രെട്ടണിങ് അത് ഇത് പിന്നെ എന്താണ് പറഞ്ഞത്, മറ്റേ ഇതിനെന്തൊരു പറഞ്ഞത്, മറ്റേ എന്തിനാണ് നമ്മളങ്ങനെ എന്തിന് വേറെ സാധനങ്ങൾ പറഞ്ഞ ഡീഫമേഷൻ. ഞാൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതൊക്കെ ഇതൊക്കെ പറയുന്നത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ നിങ്ങളത് അവരിപ്പോ കേസ് എടുക്കാൻ, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കുന്നത്, പിന്നെ ഏതൊരു MLA കൊണ്ട് വിളിച്ച് പറയിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം രാവിലെ 8:30 മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണമെന്ന് പറയുന്നത്. അപ്പൊ 8 മണിക്കാണ് എന്റെ അടുത്ത് ഇതെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യേ? പിന്നെ ആൾറെഡി ഞാൻ പറയില്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് മറ്റേ ത്രെട്ടണിങ് മറ്റേ എന്തിനാണ് മറ്റേ നേരത്തെ പറഞ്ഞത് ആ സാധനം എന്നൊക്കെ പറയുമ്പോ ഞാൻ ആൾപ്പാടെ എനിക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണം എന്ന്. അപ്പൊ ഞാൻ ആൾപ്പാടെ വിളിച്ചത് മൂപ്പനെയാണ്, നമ്മളെ യൂട്യൂബ് മൂപ്പനെ. ആ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ചെക്കട ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പുറത്തുനിന്ന് വിവി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ ശരിയാക്കി തരും ഇപ്പൊ ശരിയാക്കി തരും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവൻ ഇതേപോലെയാണ് എല്ലാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത് റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനെ കുറിച്ച് റോബിനോട് ഇവൻ പറഞ്ഞിട്ട് പോയതാ പോലും. എന്ത് അത് റോബിൻ പറഞ്ഞോളും, ബാക്കി റോബിൻ പറഞ്ഞോളും. അപ്പൊ എന്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരിക്കലും ശ്രദ്ധിക്കില്ലല്ലോ, ഞാൻ ഇതൊന്നും അറിയില്ലല്ലോ.
അപ്പൊ നമുക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ മാപ്പ് പറഞ്ഞു നിങ്ങൾ വീഡിയോ കൊടുത്ത്. നിങ്ങൾ ആലോചിക്കണോ നമ്മള് അപ്പൊ മൂപ്പരെടുത്ത് വിളിച്ചപ്പോഴും മൂപ്പരും, കാരണം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ല, പിന്നെ നമുക്ക് ഇങ്ങനത്തെ പരിപാടി ചെയ്ത് ശീലമില്ല. അപ്പൊ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോൾ അപ്പൊ മൂപ്പരും പറഞ്ഞു ചേട്ടാ 5-2 കുമ്പളരാണ്, നിങ്ങൾ ഈ ജോലി ചെയ്യുന്നല്ലേ, നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ എന്നുള്ള ആളല്ലോ, ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാനുള്ള കേസാണെങ്കിൽ അവിടെ തീരട്ടേട്ടാ, വെറുതെ കേസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ്. അപ്പൊ ഇവര് എന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ, ഒരു സൈഡിൽ ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആകെപ്പാടെ കളി അടിച്ചു. പിന്നെ എന്റെ മനസ്സിൽ ഒരൊറ്റ സാധനമുള്ള ഒരു മാപ്പ് വീഡിയോ, ഒരു മാപ്പിട്ട തീരുന്ന കേസാണെങ്കിൽ തീരട്ടെ നേരിച്ചാൽ ഒരു മാപ്പ് വീടിയിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പനെ അയച്ചു കൊടുത്ത്, മൂപ്പൻ നേരെ റോബിനെ അയച്ചു കൊടുക്കുന്നു, റോബിന്റെ പ്രൊഫൈൽ ഇടുന്നു. അല്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളിൽ അതിനെ എടുത്ത് വീഡിയോ ചെയ്യുന്നു. ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് മാപ്പ് വീഡിയോ ചെയ്യിച്ചത്, എന്നിട്ട് അവ അതന്നെ എടുത്ത് വീഡിയോ ചെയ്ത്. പിന്നെ മറ്റേ നിങ്ങളെ യൂട്യൂബിന്റെ കാര്യം കൂടി അതും കൂടി ക്ലിയർ ചെയ്തോളി, അതാണുള്ള മെയിൻ സാധനം. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമില്ല. എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് വിവിക്കാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ എന്റെ യൂട്യൂബിലാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത്. അപ്പം എന്താ പറയാ, എന്നെ പറ്റി പറയുമ്പോ എന്നെ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനൽ പിന്നെ വെച്ചിക്കേണ്ട കാര്യമില്ലല്ലോ, നല്ല കാര്യമല്ലേ. പക്ഷെ ഇവര് ഈ പറഞ്ഞ ഓരോരുത്തരെ പൂട്ടുന്നത് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും വിവിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാരും പൂട്ടാനും അവർ ഉപയോഗിച്ചവൻ എന്റെ ചാനലാണ് എല്ലാവർക്കും പണി കിട്ടിയത്. എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ നിങ്ങള് യൂട്യൂബൊക്കെ മാറ്റിയില്ല, നിങ്ങള് മൊത്തം സാധനം മാറ്റിയില്ല. ഞാൻ എല്ലാ പാസ്വേഡ് മാറ്റി, എന്റെ മെയിലെല്ലാം മാറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയാ, നമ്മളെ ചാനലിൽ നിന്ന് ഒരാൾക്ക് ഇതെടുത്ത് അടിച്ചു കൊടുത്ത് കളയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, നിങ്ങൾക്കും താല്പര്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഒരാളുടെ ജോലി അറിഞ്ഞല്ലോ, എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. ഞാൻ ഉടനെ വിളിച്ചതാ മാറ്റിക്കൊന്ന പാവട മാറ്റി കൊടുക്കൂല. പിന്നെ നമ്മൾ ഇതിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഇതിനെ പറ്റി വേറെ ഐഡിയാസ് ഒന്നും ഇല്ല. ആകെ മൊത്തം എല്ലാരും ഇടയിൽ കിടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ. കാരണം പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ജെന്യുവനായിട്ട് ഇപ്പോഴും പറയാം, കർമ്മ എന്ന് പറയും. നമ്മൾ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയും. അല്ല, ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു പറയാം, എനിക്ക് കറക്റ്റ് അറിയാമായിരുന്നു. ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ക്ലിയർ ആയ ആരാ നടുവ് കളിച്ചതെന്ന് കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. അല്ല ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെയാണെങ്കിലും അറിഞ്ഞാൽ അറിയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണം ഉണ്ടാകണം. ഇപ്പൊ നമുക്ക് സമൂഹത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കട്ടക്ക് നിൽക്കാനുള്ള ധൈര്യം വന്നു. ഇനി ഇതെല്ലാം എന്റെ അപ്പം വന്നാൽ നമ്മൾ ജീവിക്കും. കാരണം ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെ ഇത്രയും വലുതാക്കി ഇനിയിപ്പോ ചെയ്തിട്ട് നിന്നാലും നല്ലെന്നുള്ളൊരു ധൈര്യം വന്നു. ഇനിയിപ്പോ പേടിയൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞാ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറയുമ്പോ ഒരു വിഷമം. എവിടെ പോയാലും ഓരോരുത്തന്മാരൊന്ന് ചോദിക്കും, എടാ നീ മറ്റേ റോബിനെ കുറ്റം പറഞ്ഞ ആളല്ലേ. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ അതിനാണ് കുറ്റം പറഞ്ഞത്. എന്തായാലും സീൻ മാറി, എല്ലാം ക്ലിയർ ആയി, എല്ലാവർക്കും പരസ്പരം മനസ്സിലായി. എന്നാലും അങ്ങനെയല്ല, ഇനി അവനവന്റെ കാര്യം നോക്കി പോണു, വേറെ സീൻ അത്ര. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 4 ശേഷമുള്ള ഫേമസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വീട്, വളരെ കുറച്ച് ഫ്രണ്ട്സ്, ചെറിയൊരു ലോകം വരുന്നുണ്ടത്. ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണടച്ചെന്ത് ചെയ്യും, വിശ്വസിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി. അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്നൊരു വ്യക്തി എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. ഓക്കെ, ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്ന വിവി. ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരായിട്ട്, ആരവായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റ് ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു. ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതുവരെയായിട്ടും നമ്മൾ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിലവൻ സക്സസ്ഫുൾ ആയി.
അടുത്തത് ഷാലു പേഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും, ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേഡിനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, വിവി എൻ്റെ അടുത്ത് പറഞ്ഞു, റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം, ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോന്ന് പറഞ്ഞ് അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് ഞാൻ അത് പോസ്റ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോനെ ആദ്യം ട്രോളുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം, കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത്. അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയാറണമെന്നും പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദ പീപ്പിളിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഷാലു പേഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്യിപ്പിച്ച് ഞാനാണ് ഇതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരനെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലു പേഡ് ഇത്രയും വീഡിയോസും എനിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത്. ഓക്കെ, ഇത് അറിയുന്നത് സത്യം പറഞ്ഞ റീസെൻ്റ്ലി ആണ്. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നു എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേരെന്ന് പറയുന്നത് വിവിയാണ്. വിവേക് എന്ന് പറയുന്ന വിവി, ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപൂർവ്വം ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുവിനെ കൊണ്ട് ഷാലു പേരിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുന്നതും ഓരോന്ന് കുത്തി വെക്കുന്നതും അങ്ങനെ പറച്ചേട്ടാ ഇങ്ങനെ പറച്ചേട്ടാ എന്ന് പറയിപ്പിക്കുന്നത് എല്ലാം ഈ വിവിയാണെന്ന് നമ്മുടെ ഷാലു പേര് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താടാ വിവി ഇങ്ങനെ എടാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, മനസ്സിലായില്ലേ? നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്, മനസ്സിലായില്ലേ? നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന്, മനസ്സിലായില്ലേ? ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോടുള്ള വൈരാഗ്യം ദേഷ്യം കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു പേഡിന് എൻ്റെ അടുത്ത് വൈരാഗ്യം വന്നത്. ഞാൻ ഇയാൾക്ക് എന്താണ് എന്നോട് പ്രശ്നം എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതെല്ലാം കാര്യം എന്നുള്ള കൾപ്രേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഷാലു പേഡനെ കൊണ്ട് എനിക്ക് എഗൻസ്റ്റ് ആക്കിയ വീഡിയോസ് എല്ലാം ചെയ്യിച്ച് എന്നെ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച് എൻ്റെ ഫെയിം കുറപ്പിച്ച് അവൻ ഉദ്ദേശം എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു. എന്നിട്ട് ആരതി പൊടിയെ ഇവൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു. എന്നിട്ട് ഇവൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ്, നിങ്ങൾ എൻ്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും, കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞു നടക്കുക, ഐ ബിലീവ് ഇൻ മൈസെൽഫ്, മനസ്സിലായില്ലേ? കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ജെസ്സിക്ക് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയൊന്നും അല്ല, ഇത് എന്നെ വായിരിക്കുന്ന കേൾക്കും. അപ്പൊ അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ, മനസ്സിലായില്ലേ? ഇപ്പൊ ഷാലു പേഡ് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത്. പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ക്രിമിനൽ ക്രൈമാണ്, നീയൊക്കെ അകത്താവാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അന്വേഷിച്ച് നോക്കി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള അതിന്റെ ലീഗൽ സൈഡും കാര്യങ്ങൾ അകത്ത് കിടക്കും, മനസ്സിലായില്ലേ? നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്തോലെ വളർന്നില്ലേ, അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിന്റെ അകത്ത്, മനസ്സിലാവുന്നുണ്ടോ? സത്യം പറയില്ല, ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴും ജെന്യൂനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചില്ല, അല്ലെങ്കിൽ ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷെ എങ്ങനെ സംഭവിക്കും? ഇവനെല്ലാം എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന, ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും, ഇവിടെ വന്ന് ഓരോന്ന് പറയും. ഇവനെ കൊണ്ട് ഒരു തൊല്ലയാണല്ലോ ദൈവമേ. എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി. ഷാലുപേടിനും എന്നെ അഗേൻസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി, ഷാലുപേടിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച്, എനിക്കും ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു. എല്ലാം കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവനത് സാധിച്ചെടുത്തു.
വെൽ ഡൺ മൈ ബോയ്. പക്ഷേ അധികം നാൾ നിന്റെ ഈ ഒരു കാര്യം പോകത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല മോനെ. എല്ലാവരും നിനക്ക് അഗസ്റ്റ് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതൊരു പോകുന്നു നോക്കട്ടെ, മനസ്സിലായി. പിന്നെ ഇവന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച പണി കിട്ടും. അനുഭവമുള്ള ആളാണ് പറയുന്നത്, ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല, പക്ഷേ ഫോർഗീവ് ചെയ്യും, മനസ്സിലായില്ല. ഫോർഗീവ് ചെയ്യും, പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെ കൂടെ കൂട്ടുന്നു, ആരുടെ അടുത്ത് സംസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആൻഡ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ബിഗ് ബോസ് പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ്. ഞാൻ വരും, തിരിച്ചു വരും, മനസ്സിലായില്ലേ. ഭയങ്കര ഒരു ആശ്വാസം, ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഇത് കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ആൻഡ് എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു വ്യക്തി വിവീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ